ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു അഖിൽ മാരാറുടെ ഒരു പ്രസ്താവന ഉണ്ട്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്. സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണെന്ന്. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണോ? എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതിൽ ഊറ്റാൻ നോക്കരുത്. താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഡോക്ടർ റോബിന്റെയും ഒരു ഇത് കണ്ടു, സായി കൃഷ്ണ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല. നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. അല്ല, വിളിച്ചാലല്ലേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, വിളിക്കാറില്ല. വിളിക്കാതെ എടുക്കേണ്ട ആവശ്യമില്ല. മതി മതി, മനസ്സുടക്കുമ്പോഴാണ് ആ വാക്ക് ഉടക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ റോബിൻ പറയുന്നത് കേട്ടാ തോന്നും സ്ഥിരമായിട്ട് സായി ഇങ്ങനെ റോബിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, റോബിൻ എടുക്കാറില്ല. ഇതേപോലെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ പറയണം. ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാൽ മതിയാ. നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. പിന്നെ ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്കൊരു സിമ്പതി തോന്നാനുള്ള ഒരു കാരണമുണ്ട്. സിമ്പതിയാണത്. കാരണം അയാൾ കുറെ അനുഭവിച്ചു. പലയിടത്ത് ഇത്രയും ഡിഗ്രേഡിങ് ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഞാനും അതിലൊരു പാട്ടായിരുന്നു. അതായത് ഇയാൾ ആർക്കുന്നു അലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റോബിൻ തുടങ്ങി തുടങ്ങി. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞോ. ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഇയാൾക്ക് ഇട്ടൊരു വഴിയാക്കിയിട്ടുണ്ട്. ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക്. കാരണം ഞാൻ അങ്ങനെ വെച്ച് മാക്സിമം അരിയാക്കിയിട്ടുണ്ട്. ഇന്നെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കണം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കാറിന്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. അയാൾക്ക് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാനേ അറിയുള്ളൂ. ഡോക്ടർ റോബിൻ റൈസ്. ഇതിപ്പോ ബിരിയാണി അരിയേക്കാൾ വലിയൊരു അരിയുണ്ടോ, മന്തിയോ കുഴിമന്തിയോ, ഇതിന് എന്ത് റൈസ് പറയണമെന്ന് എനിക്കറിയില്ല. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. അഖിൽമാരാണെങ്കിലും ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇവരൊക്കെ പറയുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തു നിന്ന് കളി പറയാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ അകത്ത് പോയി കളിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. ഈ യൂട്യൂബിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നവൻ 100% പൊട്ടക്കിണറ്റിലൊരു തവളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ യൂട്യൂബിലെ വീരവാദികൾക്ക് റിയാലിറ്റിയിൽ എത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു അബദ്ധമായി പോയി എന്ന് ചില നിലാവുള്ള രാത്രികളിൽ എനിക്കും തോന്നാറുണ്ട്. ഇപ്പൊ മണി ബാഗ് എടുത്തിട്ടാണെങ്കിലും ആ എമൗണ്ട് കൂട്ടാമായിരുന്നു, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാനുള്ളത്? സീസൺ 6 എന്താ പറയാ, വൈൽഡ് കാർഡ് ആയിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടത്. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും